ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്ത വാഗ്ദത്തങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരണമെങ്കിൽ സഹിഷ്ണുതയോടെ നിൽക്കണമെന്ന്. എന്താ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ? പേഷ്യൻസ്, എൻഡ്യൂറൻസ്, സ്ഥിരതയോടെ, ഉത്സാഹത്തോടെ. ആത്മീക കാര്യങ്ങളിൽ മുന്നേറുന്നവനെ വാഗ്ദത്തങ്ങളിൽ എത്തുള്ളൂ. വിശ്വാസി ആയതുകൊണ്ട്, വിഗ്രഹങ്ങളെ വിട്ടതുകൊണ്ട്, ജാതീയ സഭ വിട്ടതുകൊണ്ട്, ആമേൻ, ഏതെങ്കിലും ഒരു സഭയിൽ മെമ്പർഷിപ്പ് ഉള്ളതുകൊണ്ട്, ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് കൊണ്ട്, ആത്മീക കൂട്ടായ്മ ആചരിക്കുന്നത് കൊണ്ട് മാത്രം ദൈവം വെച്ച ലക്ഷ്യങ്ങൾ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തില്ല. ആമേൻ. നമ്മളൊരു സ്പിരിച്വൽ പ്രോസസ്സിൻ്റെ ഉള്ളിലായിരിക്കണം. ഞാൻ നിങ്ങളോട് ഇന്ന് രാത്രി ഓൺലൈനിലുള്ളവരോടും, ആമേൻ, ദൈവത്തിൻ്റെ മക്കളോട്, ആർ യു ഇൻ എ സ്പിരിച്വൽ പ്രോസസ്? ജീവിതം ഒഴുക്കൻ മട്ടിൽ പോവുകയാണോ? വിശ്വാസത്തിൽ എരിവുണ്ടോ? ആത്മീക കാര്യങ്ങൾ തീഷ്ണതയുണ്ടോ? പ്രാർത്ഥന മുറിയിൽ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടോ? വിശ്വാസം ജീവിതത്തിൽ വിശ്വസിക്കേണ്ട ഒരു സാഹചര്യത്തിലാണോ നിങ്ങൾ ഇന്ന് രാത്രി? അതോ ദൈവമില്ലെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ ജീവിതം ഇങ്ങനെ നന്നായിട്ട് പൊക്കോളും എന്ന് നമ്മൾ ചിന്തിക്കുകയാണോ? വി ആർ ഇൻ എ ഡേഞ്ചർ സോൺ. ഇന്ന് രാത്രി കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് ഇന്ന് രാത്രി ദൈവനോട് പറയാൻ പറഞ്ഞ കാര്യം ഒബീഡിയൻസിനെ കുറിച്ച്. If we are not ready to obey, the promise will be still a promise. നമ്മുടെ ഹൃദയങ്ങളെ, നമ്മുടെ ഉദ്ദേശങ്ങളെ, നമ്മുടെ ആത്മീക ലക്ഷ്യങ്ങളെ ദൈവത്തിന് മുമ്പിൽ കൊണ്ടുവരണം. നമ്മൾ യഥാർത്ഥത്തിലുള്ളൊരു വിശ്വാസിയാണെങ്കിൽ വിശ്വാസത്തിനുള്ളതാകുന്ന ഒരു പ്രവൃത്തി കാണും. പാപത്തോട് എതിർത്ത് നിൽക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ലോകത്തെ വെറുക്കുന്നവനാണ് യഥാർത്ഥ വിശ്വാസി. ലോകക്കാരെ പോലെ, പാപികളെ പോലെ പേരിനൊരു വിശ്വാസം നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വിശ്വാസമില്ലെന്ന് ദൈവം കാണും. കാരണം വിശ്വസിക്കുന്നവൻ അതൊക്കെയും തള്ളിക്കളയും. കർത്താവ് യേശുവിനെ കുറിച്ച് പറയുക, താൻ ദൈവത്തിൻ്റെ ഒരു വാഗ്ദത്തത്തിന് വേണ്ടി ഭൂമിയിൽ വന്നതാണ്. പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ വേണ്ടി ഭൂമിയിൽ വന്നേ. ആ ഇഷ്ടം നിറവേറ്റിയത് എങ്ങനെയാണ്? ആ ലക്ഷ്യത്തിൽ യേശു കർത്താവ് ചെന്നത് എങ്ങനെയാണ്? ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി. അതിൻ്റെ അടുത്ത വാക്യം പറയുക, അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റുമുയർത്തി.